ഇതൊന്നും അറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ക്ഷമയോടുകൂടി നിങ്ങൾ ഓരോരുത്തരും കാത്തിരുന്നതിനുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് അല്ലേ. കൊടുങ്ങല്ലൂർ ദേവിയെക്കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയാം. നിങ്ങൾ പലരും വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. അതേപോലെ തന്നെ വലിയ പ്രാധാന്യമുള്ള ഏകദേശം ഒരു 1000-ലധികം വർഷം പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ റഗാസ ഫോക്ക് ബാൻഡ് നിങ്ങൾക്കായിട്ട് പരിപാടി അവതരിപ്പിക്കുന്നത്. അതിൽ അഭിമാനവും സന്തോഷവും നേർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദേവിയുടെ അനുഗ്രഹം ഞങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ശബ്ദവും വിളിച്ചും നിങ്ങൾക്കായിട്ട് നൽകുന്നത് സ്റ്റാർ പ്രോ ട്രിവാൻഡ്രമാണ്. അതിൽ ഫത്തയാണ്. ഫത്ത കൊല്ലത്ത് ടി.കെ.എം. കോളേജിൽ അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹമാണ് സൗണ്ട് എഞ്ചിനീയർ ആയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഗോകുൽ കടക്കൂട്ടം രണ്ടുപേരും ചേർന്നാണ് ശബ്ദ ക്രമീകരണം നടത്തുന്നത്. അപ്പോൾ സ്റ്റാർ പ്രോ എന്നുള്ള രാജേഷാണ് ലൈറ്റ് നിയന്ത്രിക്കുന്നത്. അതേപോലെ തന്നെ വിഷ്വൽ മീഡിയയാണ് നമുക്ക് വേണ്ടിയിട്ട് LED വാൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചുകൊണ്ട് ലോക്കലായിട്ടുള്ള വിഷ്ണു സൗണ്ടാണ് ഇവിടെ ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ സൗണ്ട് വന്നിട്ടുള്ളത്. വിഷ്ണുവിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ എല്ലാ ഭാരവാഹികൾക്കും അതിനോടൊപ്പം തന്നെ ഇതിനോടൊപ്പം സഹകരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ആദ്യം ഞങ്ങളൊരു ലൈറ്റ് സൗണ്ട് ഷോയിലേക്ക് പോവുകയാണ്. അല്പസമയം കൊണ്ട് തന്നെ ഞങ്ങൾ പരിപാടിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സജീവമായിട്ടുള്ള സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് റഗാസ ഫോക്ക് ബാൻഡ്, ദ വോയിസ് ഓഫ് ഗേൾസ് ഫ്രം കൊടുങ്ങല്ലൂർ, കേരളത്തിന്റെ ശബ്ദമായി കേരളത്തിനകത്തും പുറത്തും നിരവധി പരിപാടികളിലും വിവിധയിടങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ജനശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സംഘം കൂടിയാണ് റഗാസ എന്നുള്ളത്. റഗാസ ഫോക്ക് ബാൻഡ് 9ഓളം പേരടങ്ങുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികളാണ് നമുക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ പാടാനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ശബ്ദവും വെളിച്ചത്തിന്റെയും ഒരു സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ നമ്മൾക്കായിട്ട് അരങ്ങേറുകയാണ്. സ്റ്റാർ പ്രോ ഓഡിയോസ്. Ladies and gentlemen, we are experiencing technical difficulties. Warning, this is a total blackout. Please stand by as we are currently testing our systems. Testing lighting equipment. Testing blinders. Testing lasers. Testing pyrotechnics. Stand by. Okay, we are about to do a full frequency sweep. 20 hertz. 50 hertz. 200 hertz. 440 hertz. 1 kilohertz. 2 kilohertz. 5 kilohertz. 10 kilohertz. Okay. Subwoofer kick test. Balance check. Left channel. The sound should now be at the left speaker. Right channel. The sound should now be at the right speaker. Left channel. Right channel. Left channel. Right channel. Right channel. Right channel.
afterwards, you will be eliminated. Those players who cross the finish line without being eliminated within a 5-minute playtime will pass this round. With that, let the game begin. Green light! Green light! Green light! Player 324 eliminated. This is a test from Star Pro Audios and Light, Trivandrum. താങ്ക് യു വെരി മച്ച്. വളരെയധികം സന്തോഷം പരിപാടി. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയ്യടി കൊടുത്ത് സ്റ്റാർ പ്രോ ഓഡിയോസ് ട്രിവാൻഡ്രമാണ് നമുക്കൊപ്പം ഉള്ളത്. ഗോകുലാണ്, കഴക്കൂട്ടത്തുകാരനാണ്. അതിനോടൊപ്പം തന്നെ സൗണ്ട് എഞ്ചിനീയറുകൾ ഫത്ത നമ്മളോടൊപ്പം കൊല്ലത്തുകാരൻ കൂടിയാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകൻ കൂടിയാണ്. ആ ഒരു സന്തോഷം പങ്കുവെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പരിപാടിയിലേക്ക് കിടക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു നാടിന്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഒരു രാജ്യത്തിന്റെ ഒരു നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദേവി നമുക്കൊപ്പം ഉള്ളപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു തരത്തിലും പേടിക്കേണ്ടതില്ല. അതായത് ഭക്തരുടെ ആത്മീയമായിട്ടുള്ള ദാഹം തീർക്കുന്ന ദേവി എന്നുള്ള പേരുള്ള, അതേപോലെ തന്നെ ഒരു നാടിന്റെ രക്ഷയ്ക്കും തുണയുമായി നമ്മളോടൊപ്പം എന്നും കൂടെയുള്ള നമ്മളോടൊപ്പമുള്ള മനോഹരമായ ഒരു സായാഹ്നം നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുമ്പോൾ ദേവിയുടെ രക്ഷയും തുണയും നമുക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. പരിപാടിക്ക് മുന്നോടിയായിട്ട് ഹിമ ഷിൻജോയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു പരിപാടിക്ക് ലീഡ് ചെയ്യുന്നത്. ലീഡ് ഗായിക തോന്നുന്ന ഹിമ ഷിൻജോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2024-25 മികച്ച നാടക ഗായികയ്ക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ള, സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുള്ള ആളുകൂടിയാണ്. അതിനോടൊപ്പം തന്നെ ഈ വർഷത്തെ കലാഭവമണി ഓടപ്പഴം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ കൊടുങ്ങല്ലൂർ അമ്മ, ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. കൊടുങ്ങല്ലൂരിന്റെ പെൺശബ്ദമാണ് കേരളത്തിനകത്തും പുറത്തും വിവിധയിടങ്ങളിൽ നിരവധി പരിപാടികളിലൂടെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ അമ്മയെ കുറിച്ച് ഈ കഴിഞ്ഞ ഭരണിക്കാലത്ത് ഞങ്ങളൊരു ആൽബം റിലീസ് ചെയ്യുകയുണ്ടായി. അതിന്റെ പേരാണ് അഴകി എന്നുള്ളത്. ഹിമ ഷിൻജോ തന്നെ എഴുതി, ഹിമ ഷിൻജോ തന്നെ സംഗീതം നൽകി, ഹിമയും ഞങ്ങളുടെ റിഗാസിലെ മറ്റു കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് പാടിയിട്ടുള്ള ആ ഒരു പാട്ട് യൂട്യൂബിലുണ്ട്. അപ്പൊ എല്ലാവരും അത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമയത്തിനുള്ളിൽ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് 3.5 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോ കൂടിയാണ്. കൊടുങ്ങല്ലൂർ അമ്മയെ കുറിച്ചുള്ള അത്യന്തം ഭക്തിസാന്ദ്രമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ആൽബം നിങ്ങൾ ഓരോരുത്തരും കണ്ട് അതിൽ കമന്റുകൾ എഴുതി പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഹിമ ഷിൻജോ, അതായത് മ്യൂസിക്കിൽ MA MPhil കഴിഞ്ഞപ്പോൾ മ്യൂസിക്കിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗീത അധ്യാപിക കൂടിയാണ്. അപ്പൊ എല്ലാവരുടെയും അനുമതിയോടുകൂടി റഗാസ ഫോക്ക് ബാൻഡ് ഞങ്ങളുടെ നാടൻ പാട്ടുകളിലുള്ള ഒരു യാത്ര ഇതാ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ എല്ലാവരുടെയും നിറഞ്ഞ സ്നേഹവും കയ്യടിയും പ്രോത്സാഹനങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഇവിടെ പരിപാടികൾക്ക് ആരംഭം കുറിക്കുമ്പോൾ നിങ്ങളുടെ നിറഞ്ഞ കയ്യടികളും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോത്സാഹനവും മാത്രമാണ് ഞങ്ങൾക്ക് ഈ പരിപാടി കഴിയുന്നത് വരെ 2.5 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ ഞങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനവും അതേപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ എനർജിയും അതെല്ലാവരും നൽകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ അതെല്ലാവരും കാണണം എന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് 10 ദിവസത്തിലധികമായി നീണ്ടു നിൽക്കുന്ന ക്ഷേത്ര സമർപ്പണത്തിന്റെയും സപ്താഹ യജ്ഞത്തിന്റെയും ഭാഗമായി അവസാന ദിവസം റഗാസ ഫോക്ക് ബാൻഡിന് ഇവിടെ ഇത്തരത്തിലുള്ള പരിപാടി നടത്താൻ അവസരമൊരുക്കി തന്ന നല്ലവരായ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും അതേപോലെ തന്നെ നല്ലവരായ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് റഗാസ ഫോക്ക് ബാൻഡ് ഇതാ നിങ്ങൾക്കായി നാടൻ പാട്ടുകളിലുള്ള ഒരു യാത്ര, മനോഹരമായ ഒരു സായനം നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും അനുമതിയോടുകൂടി നല്ലൊരു കയ്യടിയോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരികളെ ഹിമാഷിക്കുന്ന പാട്ടുകാരികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ഏകദേശം 2.5 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന മനോഹരമായ സാധനത്തെ ധന്യമാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഹിമാഷിഞ്ചോ നയിക്കുന്ന റഗാസ ഫോക്ക് ബാൻഡ് വേദിയിലേക്ക് കടന്നു വരികയാണ്. എത്രയോ പേരടങ്ങുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികൾ നയിക്കുന്ന മനോഹരമായ ഒരു സായനമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള ആഘോഷിക്കാനായി പോകുന്നത്. അതിനായി എത്തിച്ചേർന്നുള്ള നല്ലവരായ നാട്ടുകാർക്ക് എല്ലാവരും കൃത്യത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞിട്ട് റഗാസ ഫോക്ക് ബാൻഡിന്റെ മനോഹരമായ ഒരു സായനം നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. നല്ലവരായ വലിയ എല്ലാ ഭക്തജനങ്ങളും അത് ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനോഹരമായ ഒരു സായനം നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അടിച്ചു പൊളിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ആടിയും പാടിയും ഈ ഒരു സായനത്തെ ശരിയാക്കുന്നതിന്റെ ഭാഗമായി എല്ലാവരും കൂടി ചേരണമെന്ന് മാത്രം പറയുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പാടുന്നു, നിങ്ങൾ അവിടെ ഇരുന്ന് ആസ്വദിക്കുന്നു. അതിൽ നിന്ന് ഉപരിയായി ഞങ്ങളും നിങ്ങളും നമ്മളാണ് എന്നൊരു ബോധ്യത്തിൽ
സായാഹ്നത്തിലാണ് നമ്മൾ പാട്ടുകളുമായിട്ട് ആരംഭിക്കുന്നത്. അപ്പൊ ഞങ്ങളും നിങ്ങളും ഒന്നാകുന്ന മനോഹരമായ ഒരു സായാഹ്നത്തെ നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. റഗാസ ഫോക്ക് ബാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്സവാശംസകൾ നേർന്നുകൊണ്ട് ആദ്യ ഗാനത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യ ഗാനം നിങ്ങൾക്കായിട്ട് ആലപിക്കുന്നത് വന്നുദിച്ചേ നിന്നുദിച്ചേ എന്നുള്ള ഒരു മനോഹരമായ ഒരു പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നാടൻ പാട്ടിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നാടൻ പാട്ടുകൾക്ക്, അതായത് നാടൻ കലാരൂപങ്ങൾക്ക് മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ടെന്നാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മനുഷ്യൻ ആശയവിനിമയം നടത്തിയിരുന്ന കാലം മുതൽ തന്നെ, അതായത് വാമൊഴിയായി വരമൊഴിയായി നിരവധി പാട്ടുകളിലൂടെ, ആംഗ്യങ്ങളിലൂടെ, ശബ്ദങ്ങളിലൂടെ പ്രതികരിച്ചിരുന്നു, വിനിമയം നടത്തിയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള മനോഹരമായ ഒരു പുരാതന ഗാനത്തോടുകൂടി ഞങ്ങളുടെ പരിപാടികൾക്ക് ആരംഭം കുറിക്കുകയാണ്. റഗാസ ഫോക്ക് ബാൻഡ് ആദ്യത്തെ ഗാനത്തിലേക്ക് കടക്കുന്നു. ഹിമാഷിജ് നയിക്കുന്ന റഗാസ ഫോക്ക് ബാൻഡിന്റെ ആദ്യ ഗാനം. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ
താങ്ക് യു വെരി മച്ച്. വളരെയധികം സന്തോഷം. പ്രിയപ്പെട്ടവരെ, മനോഹരമായിട്ടുള്ള ഒരു ഗാനത്തോടു കൂടി ദേവിയുടെ അനുഗ്രഹത്താൽ, വലിയ കുളങ്ങര ദേവിയുടെ അനുഗ്രഹത്തിൽ ആദ്യ ഗാനത്തോടു കൂടി ഞങ്ങളുടെ പരിപാടികൾക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം 20-ലധികം പാട്ടുകൾ പാടിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയം കീഴടക്കിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല സപ്പോർട്ട്, അതായത് നല്ല ഹൃദയം നിറഞ്ഞ കയ്യടി തന്നെയാകണം ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. അപ്പോൾ വലിയ കുളങ്ങര ഭഗവതിയുടെ അനുഗ്രഹത്താൽ ആദ്യ ഗാനം കഴിഞ്ഞതിന് ശേഷം അടുത്ത പാട്ടിലേക്ക് കിടക്കുന്നത്. അടുത്ത പാട്ട് പാലക്കാടിന്റെ ഒരു തനത് സംഗീതത്തിലേക്കാണ് കിടക്കുന്നത്. നമുക്കറിയാം പാലക്കാട് എന്നുള്ള കുട്ടനാട് പോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ കാർഷിക വൃത്തി, അതേപോലെ തന്നെ വില്ലേജ് സംസ്കാരം, ഒരു ഗ്രാമീണത നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് അല്ലെ. മറ്റു സ്ഥലങ്ങളിലൊക്കെ നാഗരികത വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൗരാണികമായിട്ടുള്ള ചരിത്രവും അതേപോലെ തന്നെ പശ്ചാത്തലവും നിലനിൽക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ്. അവിടെ ഇപ്പോഴും നിലനിൽക്കുന്ന കുറവനും കുറത്തയും തമ്മിലുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ടിലേക്കാണ് ഞങ്ങൾ കിടക്കുന്നത്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന നമ്മൾ കൃഷി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നെങ്കിലും വയലിൽ പണിയെല്ലാം കഴിഞ്ഞ് അടുത്ത വർഷത്തെ വിളവിനെ കുറിച്ചും കഴിഞ്ഞ വിളവിനെ കുറിച്ചും ഒക്കെ കുറവനും കുറത്തയും കൂടെ അന്യോന്യം കുശലം പറയുന്ന ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. അതായത് ചീകിത്തിരുമിയ പീലി തലമുടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന മനോഹരമായ ഒരു ഗാനത്തിലേക്ക് നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇവിടെ നിങ്ങൾ എല്ലാവരുടെയും സജീവമായിട്ടുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് റഗാസയുടെ അടുത്ത ഗാനത്തിലേക്ക് കടക്കുകയാണ്. കുറവനും കുറത്തയും തമ്മിലുള്ള മനോഹരമായ ഒരു പാട്ടിലേക്ക് കടക്കുന്നു. പാലക്കാടിന്റെ തനത് സംഗീതം. താനാനേ താനാനേ തനേ താനാനേ 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 തനേ താനേ നാനേ താനാനേ 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 തനേ താനാനേ 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 തനേ താനേ നാനേ താനാനേ 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 തനേ താനാനേ 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 തനേ താനേ നാനേ
താങ്ക് യു. പ്രിയപ്പെട്ടവരെ, പാലക്കാട്ടിന്റെ തനത് സംഗീതമായിട്ടുള്ള പാട്ട് നാടക പാട്ടാണ് നമ്മൾ ആസ്വദിച്ചല്ലേ. കുറവനും കുറത്തിയും തമ്മിൽ കൃഷിയെ പറ്റിയും അതേപോലെ തന്നെ വരാൻ പോകുന്ന കാലാവസ്ഥയെ കുറിച്ചൊക്കെ കുശലം പറയുന്ന മനോഹരമായിട്ടുള്ള പാലക്കാടിന്റെ തനത് നാടൻ സംഗീതം തന്നെയാണ് പൊറാട്ട് നാടക പാട്ട്. ആ ഒരു പാട്ടിന് ശേഷം പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു നാടിന്റെ ശക്തി എന്ന് പറയുന്നത് ദേവിയുടെ അനുഗ്രഹം തന്നെയാണ് അല്ലെ. അനുഗ്രഹം തേടി 10 ദിവസത്തിലധികമായിട്ട് എല്ലാവരും ഇവിടെ കൂടുന്നു. നിരവധി ആളുകളുടെ വലിയ രീതിയിലുള്ള പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഞങ്ങളിവിടെ വന്നിറങ്ങിയപ്പോൾ തുടങ്ങി കണ്ടത് അതായത് നിരവധി ആളുകളുടെ വലിയ രീതിയിലുള്ള പ്രയത്നങ്ങളുണ്ട്. അതായത് മറ്റുള്ള മനുഷ്യരെ സഹായിക്കാൻ കാണിക്കുന്ന സംഘാടകരുടെയും അതേപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയും വലിയൊരു സന്മനസ്സുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള മാധവ സേന അല്ലെ. മാനവ സേവനം തന്നെയാണ് യഥാർത്ഥത്തിലുള്ള മാധവ സേവനം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് പ്രാവർത്തികമാക്കുന്ന ഒരു നാട് കൂടിയാണ്. അപ്പൊ എല്ലാവരും ചേർന്ന് സംഘാടകർക്ക് നല്ലൊരു കൈയടി നൽകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നല്ലൊരു കൈയടി. വളരെയധികം സന്തോഷം പ്രിയപ്പെട്ടവരെ. അത് എന്നും നിലനിൽക്കട്ടെ. ഒരു നാടിന് മറ്റുള്ള നാടിനുമൊക്കെ ഒരു മാതൃകയാവുന്ന തരത്തിലേക്ക് അത് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അവരെ ഓർത്ത് അഭിമാനം പൂണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്കറിയാം വലിയകുളങ്ങര ഭഗവതിയുടെ അനുഗ്രഹത്താലാണ് ഞങ്ങൾ ഈ പാട്ടുകളൊക്കെ പാടുന്നത് അല്ലെ. നിങ്ങൾക്കെന്ന പോലെ ഞങ്ങളിലും അനുഗ്രഹമുള്ളത് കൊണ്ടാണ് മനോഹരമായിട്ട് ഈ പാട്ടുകളൊക്കെ പാടി നിങ്ങളിലേക്ക് എത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. അപ്പൊ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അഴകി എന്നുള്ളൊരു ആൽബം കൊടുങ്ങല്ലൂർ അമ്മയെ കുറിച്ച് ഹിമാ ഷിൻജോ എഴുതി, ഹിമാ ഷിൻജോ തന്നെ സംഗീതം നൽകി മധ്യമാവധി രാഗത്തിലാണ് കേട്ടോ അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഹിമാ ഷിൻജോ ആലപിച്ചിട്ടുള്ള ആ പാട്ട് കേൾക്കുന്ന ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പാട്ടിലേക്കാണ് കടക്കുന്നത്. ദേവിയുടെ നടക്കൽ, അതായത് വലിയകുളങ്ങര ഭഗവതിയുടെ നടക്കൽ ഹിമാ ഷിൻജോ എഴുതി സംഗീതം നൽകി ആലപിച്ചിട്ടുള്ള ആ ഒരു പാട്ട്. ഹിമാ ഷിൻജോയെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരിയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സംഗീതത്തിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MA-MPhil കഴിഞ്ഞ് PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗീത അധ്യാപിക കൂടിയാണ്. നിരവധി ഗവേഷണങ്ങൾ നിരവധി തലത്തിൽ ശാസ്ത്രീയ സംഗീതമൊക്കെ പാടിക്കൊണ്ട് കർണാടക സംഗീതത്തിന്റെ കോൺസേർട്സുകളൊക്കെ നടത്താറുണ്ട്. അപ്പൊ മധ്യമാവധി രാഗത്തിലാണല്ലേ ഈ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കൊടുങ്ങല്ലൂരമ്മയെ കുറിച്ചുള്ള ഈ ഒരു പാട്ട് കേട്ട ശേഷം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ആൽബം യൂട്യൂബിലുണ്ട്. അഴകി എന്നടിച്ചാൽ കാണാവുന്നതാണ്. അഴകി അല്ലെങ്കിൽ ഹിമാ ഷിൻജോ എന്നടിച്ചാൽ നിങ്ങൾക്ക് കാണാം. എല്ലാവരും അത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂരമ്മയെ കുറിച്ചുള്ള അഴകി എന്നുള്ള മനോഹരമായ ഗാനം നിങ്ങൾക്കായിട്ട് ആലപിക്കുകയാണ്. റഗാസ ഫോക്ക് ബാൻഡ് കൊടുങ്ങല്ലൂർ. കരിമഷി കണ്ണ് നിറയുമഴക് ചിരിയെഴുതിയൊരധരമഴ അലയിലാലില വിരിയുമഴക് കരിയെഴുതിയൊരുടല്. കരിമഷി കണ്ണ് നിറയുമഴക് ചിരിയെഴുതിയൊരധരമഴ അലയിലാലില വിരിയുമഴക് കരിയെഴുതിയൊരുടല്. കരിമഷി കണ്ണ് നിറയുമഴക് ചിരിയെഴുതിയൊരധരമഴ അലയിലാലില വിരിയുമഴക് കരിയെഴുതിയൊരുടല്. കരിമഷി കണ്ണ് നിറയുമഴക് ചിരിയെഴുതിയൊരധരമഴ
പ്രിയപ്പെട്ടവരെ, അമ്മയുടെ നടക്കിൽ, അതായത് ഭഗവതിയുടെ നടക്കിൽ അമ്മയുടെ പാട്ട് പാടുക അല്ലെ, ഇതിൽ വരെ ഭാഗ്യം ഞങ്ങൾക്ക് വേറെ എന്നുള്ള. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ചേർന്ന് കയ്യടിയാ നൽകിയേ. താങ്ക് യു വെരി മച്ച്. ചെറിയൊരു ഇഷ്ടം നിങ്ങൾ ഈ ആൽബത്തിനോടും കൂടെ കാണിക്കണം. അഴകി അല്ലെങ്കിൽ ഹിമാഷ് ഇഞ്ചോ എന്ന് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടാവുന്നതാണ്. 3.5 ലക്ഷത്തിലധികം ആളുകൾ ഇതുവരെ കണ്ടു. ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ 5 ലക്ഷത്തിലധികം ആളുകൾ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു അറിയിപ്പ് കൂടിയുണ്ട്. ആരുടെ ഒരാളുടെ ഇവിടെ കാണാനായിട്ട് വന്ന ഒരാളുടെ ബൈക്കിന്റെ കീ കളഞ്ഞു പോയിട്ടുണ്ട്, സ്കൂട്ടറിന്റെ കീ കളഞ്ഞു പോയിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മനോഹരമായിട്ടുള്ള നിരവധി പാട്ടുകൾ നിങ്ങളെ കാത്തിരിക്കണം. എല്ലാവരും എല്ലാ പാട്ടുകളും ആസ്വദിച്ച ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ അടുത്ത പാട്ടിലേക്ക് കിടക്കുകയാണ്. അടുത്തത് നിസ എന്നുള്ള ഞങ്ങളുടെ ഏറ്റവും ചെറിയ ഗായകൻ നിങ്ങൾക്കായിട്ട് മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടുകയാണ്. അതായത് നമുക്കറിയാം, നാടൻ പാട്ടുകളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും നിരവധി പാട്ടുകൾ നമ്മൾക്കുണ്ട് അല്ലെ. ഓരോ സ്ഥലത്തും നിലനിൽക്കുന്ന സാംസ്കാരികമായിട്ടും സാമൂഹ്യമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് വളർന്നു വന്നിട്ടുള്ള ഒരു സംഗീത ശാഖ തന്നെയാണ് യഥാർത്ഥത്തിൽ നിലവിലുള്ള നാടൻ പാട്ടുകൾ. അത്തരത്തിലുള്ള മനോഹരമായ കണ്ണമ്മ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ട് നിസ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുകയാണ്. റഗാസ ഫോക്ക് ബാൻഡ് കൊടുങ്ങല്ലോ, The Voice of Girls. La la le la la le 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 la la le oh la le 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 la le la la le 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 la la le oh la le 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 la la le la la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 la la le oh la le 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 le
ലാ ലാ ലേ
താങ്ക് യു. മനോഹരമായിട്ടുള്ള ഒരു പാട്ട് അല്ലേ? ഈ ഒരു പാട്ടിന് ശേഷം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അടുത്തത് വീണ്ടും ഒരു കൊടുങ്ങല്ലൂരമ്മയെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. ഈ വർഷം ഇറങ്ങിയിട്ടുള്ള ഒരു ആൽബം ഉണ്ട്, കരിനീലി എന്നുള്ളൊരു ആൽബം അല്ലേ? കാവാണേ നല്ല കാവാണ്, നിങ്ങളിൽ പലരും കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. ഈ ഒരു വർഷത്തെ ഇറങ്ങിയതിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു കൊടുങ്ങല്ലൂരമ്മയെ കുറിച്ചുള്ള ഒരു ആൽബം കൂടിയാണ്. സാധാരണ കൊടുങ്ങല്ലൂരമ്മയെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ആൽബങ്ങളൊക്കെ സാധാരണ ഭരണി കാലഘട്ടത്തിലാണ് വരാറുള്ളത്. വിനോദ് നെല്ലായി അതുപോലെ തന്നെ വിവേക് നെല്ലായി ഇവരൊക്കെ കൂടെ ചേർന്ന് ഒരുക്കിയിട്ടുള്ള മനോഹരമായ ഒരു പാട്ടാണ് നിങ്ങൾക്കത് കരിനീലി എന്നുള്ള ആൽബത്തിലെ കാവാണ് എന്നുള്ളൊരു പാട്ടാണ് നിങ്ങൾക്ക് അതിന് പാടാൻ പോകുന്നത്. ഇതിനോടൊപ്പം ഒരു വേഷവും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പന്തക്കാളി എന്നുള്ള പറയ സമുദായക്കാർ അവരുടെ തറവാട്ട് തിരുമറ്റങ്ങളിലും കാവുകളിലും കൊട്ടിയാടപ്പെടാറില്ല മനോഹരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള തെയ്യം തിറ പോലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പന്തക്കാളി എന്നുള്ളൊരു കലാരൂപം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കാവാണ് എന്നുള്ള പാട്ടിനോടൊപ്പം പന്തക്കാളി എന്നുള്ളൊരു കലാരൂപം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാവരുടെയും സജീവമായിട്ടുള്ള സഹകരണത്തിന് ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് റിഗാസ ഫോക്ക് ബാൻഡ് കൊടുങ്ങല്ലൂർ നിങ്ങൾക്കായിട്ട് ആലപിക്കുകയാണ് കരിനീലി. ആടാട് കളിയാടാട് കരിനീലി കറുത്തവളാടാട് നീയാട് മുടിയാടാട് നിലരാവിലെയോ വിളിച്ചേലാണ്. ആടാട് കളിയാടാട് കരിനീലി കറുത്തവളാടാട് നീയാട് മുടിയാടാട് നിലരാവിലെയോ വിളിച്ചേലാണ്. ആടാട് കളിയാടാട് കരിനീലി കറുത്തവളാടാട് നീയാട് മുടിയാടാട് നിലരാവിലെയോ വിളിച്ചേലാണ്.
താങ്ക് യു. വളരെയധികം സന്തോഷം. പ്രിയപ്പെട്ടവരെ, കൊടുങ്ങല്ലൂരുമായി കുറിച്ചുള്ള കരിനീ